എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരോഡിലേക്ക് സ്വാഗതം. അങ്ങനെ +2 പബ്ലിക് എക്സാം ആരംഭിച്ചു. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ നിങ്ങളോടൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യം തന്നെ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ 80-ൽ 72 കിട്ടിയാൽ A+ ആകുമോ? അതുപോലെ തന്നെ 24 മാർക്ക് കിട്ടിയാൽ ജയിക്കുമോ? എന്നിങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. എനിക്ക് കമൻ്റ് അയച്ചും പേഴ്സണലായിട്ട് വാട്സപ്പിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട, മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +2 പബ്ലിക് എക്സാം 2025 +2 ഇന്ന് എക്സാം ആരംഭിച്ചിരിക്കുകയാണത്. ഒഫീഷ്യലി ആയിട്ട് SLC +2 പരീക്ഷകൾ ആരംഭിച്ചു. +1 പരീക്ഷകൾ വരുന്ന ദിവസങ്ങളിൽ ആരംഭിക്കും. ഇന്ന് എക്സാം ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നെടുത്തിരുന്ന വിഷയം +2 പബ്ലിക് എക്സാം 2025 ഇംഗ്ലീഷ് എക്സാം തന്നെയായിരുന്നു ആദ്യം. പൊതുവെ സാധാരണഗതിയിൽ വിദ്യാർത്ഥികൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഞാനൊക്കെ പഠിച്ച കാലത്ത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അത്യാവശ്യം എനിക്കും എൻ്റെ ഫ്രണ്ട്സിന് മാത്രമല്ല എനിക്കും എന്താണ് അത്യാവശ്യം ടഫ് തോന്നിച്ചൊരു വിഷയമാണ് ഇംഗ്ലീഷ് എന്നുള്ളത്. ഇത്തവണ ഇംഗ്ലീഷ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിലൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്രമാത്രം എളുപ്പമായിരുന്നു എന്ന് എനിക്ക് വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത് ആദ്യം തന്നെ വിദ്യാർത്ഥികൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 80 മാർക്കിൻ്റെ എക്സാമാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യമാണ്, സാർ 72 കിട്ടിയാൽ A+ കിട്ടുമോ എന്ന്. 80-ൽ എനിക്ക് 72 കിട്ടിയാൽ A+ ആകുമോ? ഷുവറാണ്. 80-ൽ നിനക്ക് 80 മാർക്കിൻ്റെ ഇംഗ്ലീഷ് എക്സാമിൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനിക്ക് 72 അതിന് മേലേക്കോ ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് A+ ഷുവറാണ് ഇംഗ്ലീഷിൽ. ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നു, 80-ൽ 72-ന് മേലെ നിങ്ങൾ മാർക്ക് കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് A+ ആകുന്നത്. ആ A+ മാർക്ക് എന്ത് ചെയ്യണം? CE മാർക്ക് ആ A+ൽ പരിഗണിക്കപ്പെടും. അപ്പോൾ എങ്ങനെ പോയാലും എന്ത് ചെയ്യണം? 80 മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ നിങ്ങൾക്ക് 72 മാർക്കോ അതിന് മേലേക്കോ 72 കിട്ടിയാൽ A+ ആണ്. പക്ഷെ ഒരുപാട് വിദ്യാർത്ഥികൾ 80-ൽ 80 കിട്ടാൻ വേണ്ടി പ്രയത്നിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെ പോയാലും എന്തായാലും 72-ന് മേലേക്ക് കിട്ടിയാൽ 72 അതിന് മേലേക്കോ കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ ഇംഗ്ലീഷ് എക്സാമിൽ A+ കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് എനിക്ക് പരിചയമുള്ളത്. ഇതിപ്പം എക്സാമിൽ ഫുൾ മാർക്ക് നേടാൻ ഒക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ ഫുൾ മാർക്കിന് വേണ്ടിയൊക്കെ ആഗ്രഹം 80-ൽ 80 കിട്ടാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. നല്ലൊരു ആഗ്രഹമാണ്. കാരണം നമ്മൾ അത്രത്തോളം നമുക്ക് നല്ലൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, നല്ലൊരു പ്രതീക്ഷയുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ നിനക്ക് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് 80-ൽ 80 എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം മതി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു 70-ന് മേലേക്കൊക്കെ നമുക്ക് സുഖമായിട്ട് എത്താൻ സാധിക്കും. ഇപ്പോൾ ഞാൻ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളോട് എനിക്കെപ്പോഴും ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ, നിങ്ങളൊരിക്കലും ജസ്റ്റ് പാസ് എന്ന് പറഞ്ഞു പോകരുത്. അത് 24 മാർക്ക് കിട്ടിയാൽ ജസ്റ്റ് പാസ് ആകുമെന്നുള്ളത് ശരിയാണ്. പക്ഷെ എന്നാൽ പോലും നിങ്ങൾ 24-ന് വേണ്ടി മാത്രം പോരുത്. കൃത്യം 24-ന് വേണ്ടി എഴുതി വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ പറയും ഞാൻ കൃത്യം 24-ന് എഴുതി വെച്ചിട്ടുണ്ട്, അതിലൊരു മാർക്ക് കൂടുകയില്ല കുറയുകയില്ല. അങ്ങനെ വരുമ്പോൾ ഇനി എന്തെങ്കിലും കാരണം വെച്ചാൽ ഒരു മാർക്ക് കുറഞ്ഞു പോയാൽ നിങ്ങൾ തോറ്റുപോകും. അതാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 24 മാർക്കിന് പ്രിപ്പയർ ചെയ്യുന്നൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളൊരു 40 മാർക്കിന് അനുസരിച്ച് നിങ്ങൾ പഠിക്കണം. ഒരു 40 മാർക്കിന് നിങ്ങൾ പഠിക്കണം. എന്നാൽ നിങ്ങൾക്ക് ഒരു 30-ഓ 35-ഓ ഒരു 30 മാർക്ക് എന്തായാലും ഷുവറായിരിക്കും. നിങ്ങളൊരു 40 മാർക്കിൻ്റെയൊക്കെ പഠിച്ചാൽ ഒരു 30 മാർക്ക് നിങ്ങൾക്ക് എന്തായാലും ഷുവറായിരിക്കും. ഒരു 40 ടു 50 മാർക്കിന്. ഇനി 40 അല്ലെങ്കിൽ 50 മാർക്കിന് നിങ്ങൾ പഠിച്ചാൽ പോലും നിങ്ങൾക്കൊരു 30, 35 മാർക്ക് എന്തായാലും ഷുവറായിട്ടും കിട്ടും. നിങ്ങളൊരു 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പഠിക്കുകയാണെങ്കിൽ ഒരു 30 ടു 35 മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞത് എന്താണ്? അങ്ങനെ പഠിക്കണം. അതപ്പോൾ നമുക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പാസ് ആണെങ്കിൽ നമ്മുടെ ലക്ഷ്യമെങ്കിൽ പോലും കുറച്ച് നമ്മൾ കൂട്ടി പഠിക്കണം.
നമ്മളെപ്പോഴും കുറച്ച് കൂട്ടി പഠിക്കണം. നമ്മളിപ്പം കുറച്ച് കൂട്ടി പഠിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കൂ. പിന്നെ അതുമാത്രമല്ല, ഇപ്പം നിങ്ങൾ ഡിഗ്രിക്കൊക്കെ അഡ്മിഷൻ ഉദ്ദേശിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ അഡ്മിഷന് പോകുമ്പോൾ നിങ്ങൾ മാർക്കിൻ്റെ ബേസിലായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, പിന്തള്ളപ്പെടാൻ പോകുന്നത്. മാർക്ക് നല്ലൊരു ഘടകമായിരിക്കും. കാരണം നിങ്ങളിപ്പോൾ +2 പഠിക്കുമ്പോൾ തോന്നും എന്താണ്, എങ്ങനെ ഒന്ന് പാസ്സായാൽ മതി. പക്ഷേ നിങ്ങൾ ഡിഗ്രിക്കൊക്കെ ഒരു അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഒരു ഡിഗ്രിക്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മിനിമം ഒരു 80% +2 മിനിമം എന്ത് ചെയ്യണം, ഒരു 80% മേലെയെങ്കിലും നിങ്ങൾക്ക് മാർക്കുണ്ടെങ്കിലേ നല്ലൊരു ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്ക് ഡിഗ്രി പഠനം പൂർത്തിയാക്കണമെങ്കിൽ, നിങ്ങൾക്ക് ഡിഗ്രി പഠനം നടത്തി നിങ്ങൾക്ക് ഡിഗ്രി പഠനം ഒരു ഗവൺമെൻറ് കോളേജിൽ നടത്തി ആ ഡിഗ്രി പഠനം പൂർത്തിയാക്കണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു 80% മേലെ മാർക്ക് വേണം. അതിന് പറയാൻ കാരണം വെച്ചാൽ, കാരണം ഗവൺമെൻറ് കോളേജിലേക്ക് ഡിഗ്രിക്ക് വരുന്ന അപേക്ഷകളെല്ലാം എന്തായിരിക്കും, നല്ല രീതിയിൽ മാർക്കുള്ള കുട്ടികളുടെ അപേക്ഷയായിരിക്കും. നല്ല രീതിയിൽ മാർക്കുള്ള കുട്ടികളുടെ അപേക്ഷയായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിഗ്രിക്കൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് 80-ൽ 72 കിട്ടിയാൽ A+ ആകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ 80-ൽ 80 വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നല്ലൊരു തീരുമാനമാണ്, ആ ഒരു പ്രതീക്ഷ മാത്രം മതിയുള്ളൂ. അത് ഡിഗ്രിക്കൊക്കെ അഡ്മിഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വേണം. പ്രത്യേകിച്ച് ഗവൺമെൻറ് കോളേജിൽ, കേരളത്തിലായിക്കോട്ടെ, ഇപ്പോൾ കേരളത്തിന് പുറത്തായിക്കോട്ടെ, നിങ്ങൾക്കൊരു ഗവൺമെൻറ് കോളേജ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ ഒക്കെ ആയിട്ടുള്ള കോളേജുകളിൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ, ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്ക് ഡിഗ്രി പഠനം നടത്തണമെങ്കിൽ, ഇനിയിപ്പം ഗവൺമെൻറ് കോളേജിൽ ഇപ്പം എന്താണ്, ഡിഗ്രി മാത്രമല്ല ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ, ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് പഠനം നടത്തണമെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വേണം. ഇനിയിപ്പം എനിക്ക് ഡിഗ്രി ഒന്നും വേണ്ട, എനിക്ക് ഒന്ന് ജസ്റ്റ് പാസ്സായി പോയാൽ മതി, അങ്ങനെയെങ്കിൽ 24 മാർക്ക് മതി. എനിക്ക് ഡിഗ്രി ഒന്നും പഠിക്കണ്ട, എങ്ങനെയെങ്കിലും ഒരു +2 പാസ്സായിട്ട് എന്തെങ്കിലും ഒരു ജോലി, അതാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ എനിക്ക് +2 പാസ്സായാൽ മതി. എനിക്ക് എന്ത് ചെയ്യേണ്ട, ഡിഗ്രി പോലുള്ള മറ്റ് അഡ്മിഷൻസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് വേണ്ട, ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. +2 ഞാൻ എന്ത് ചെയ്യുവാണ്, ഒരു +2 ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും ജോലിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആയിട്ട് തിരക്കുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പാസ് മതി. എന്നാൽ ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറഞ്ഞത്, നിങ്ങൾ ഡിഗ്രിയൊക്കെ പോലെ ഉപരിപഠനം നല്ലൊരു ഗവൺമെൻറ് കോളേജിൽ, നല്ലൊരു കോളേജിൽ നിങ്ങൾ ഉപരിപഠനം ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണെങ്കിൽ നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ മുന്നേറുക. ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ച സംശയമാണ്, 80-ൽ 72 കിട്ടിയാൽ A+ ആകുമോ? ഇപ്പോഴും പറയുന്നു, 80-ൽ 72 കിട്ടിയാൽ A+ ആകും. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ എക്സാമിൽ 24 മാർക്ക് കിട്ടിയാൽ പാസ്സാകും. ആ 24 CE മാർക്കും കൂടെ കൂട്ടിയിട്ടല്ല 24, നിങ്ങൾ എഴുതിയെടുത്ത മാർക്ക്. അതായത് ഇപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ ഒരു 2 കോളമായിരിക്കും നിങ്ങൾക്ക് കാണാം. ഒന്ന് CE, അല്ല ആദ്യം കാണുന്നത് TE മാർക്ക്, പിന്നെ എന്ത് ചെയ്യും, ചെറുതാക്കി എഴുതി കാണിക്കാം കേട്ടോ. CE മാർക്കിൻ്റെ കോളവും കാണും, TE മാർക്കിൻ്റെ കോളവും കാണും. ഇത് രണ്ടും തെളിയിക്കുന്നത്, CE മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അധ്യാപകൻ തരുന്ന 20 മാർക്കാണ്. TE മാർക്ക് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് എക്സാമാണ്. അതായത് 80 മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനി എത്ര സ്കോർ ചെയ്തു, ഈ നിങ്ങൾ എഴുതിയെടുത്ത മാർക്ക് 24 കിട്ടിയാലാണ് നിങ്ങൾ പാസ്സാകുന്നത്. CE മാർക്കും കൂടെ കൂട്ടിയിട്ട് 24 കിട്ടിയപ്പോഴാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 10 മാർക്കിൻ്റെ എഴുതി, നിങ്ങൾ ഒരു 5 മാർക്കിൻ്റെ എഴുതി, ബാക്കി നിങ്ങൾക്ക് CE മാർക്കാണ് കിട്ടിയെങ്കിൽ, അങ്ങനെ 24 കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഫെയിലായി പോകും. നിങ്ങൾ എഴുതിയ പേപ്പറിൽ, അത് നിങ്ങൾ പരീക്ഷ എഴുതി 24 മാർക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ പേപ്പറിൽ എഴുതി വാങ്ങണം. നിങ്ങൾ പരീക്ഷ ഇന്നലെ ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞു, അപ്പോൾ ഇന്നലെ എഴുതിയ പരീക്ഷയിൽ നിങ്ങൾ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിൽ 24 മാർക്ക് നിങ്ങൾ എഴുതി എന്ത് ചെയ്യണം, വാങ്ങണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ജയിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്താണ്, ഡിഗ്രി പോലുള്ള അഡ്മിഷനൊക്കെ കിട്ടണമെങ്കിൽ നല്ല മാർക്ക്. ഞാൻ ഇപ്പോഴും പറയുന്നു, ജസ്റ്റ് പാസ് മതിയെന്നുള്ളവർക്ക് മാത്രമുള്ള ഒരു കോൺസെപ്റ്റാണ് 24. ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് +2 എനിക്ക് +2 പാസ്സായാൽ മതി, എനിക്ക് എന്ത് ചെയ്യണ്ട, എന്താണ്, വലിയ മാർക്ക് വേണമെന്നില്ല, +2 കഷ്ടിച്ച് പാസ്സായി പോയാൽ മതി, എനിക്ക് +2 ക്വാളിഫൈഡ് ആയാൽ മതി. അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 24 കൊണ്ട് കാര്യമുള്ളൂ. അല്ലാതെ എനിക്ക് നല്ലൊരു ഡിഗ്രി പോലുള്ള പഠനങ്ങൾ, നല്ല ഗവൺമെൻറ് കോളേജ് ഒക്കെ പഠിക്കണമെങ്കിൽ, നല്ല ഗവൺമെൻറ് കോളേജുകളിലും
ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ഒക്കെ ഡിഗ്രി പോലെയുള്ള നല്ല നല്ല കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യണം. മിനിമം ഞാൻ ആദ്യമേ പറഞ്ഞു, ഗവൺമെൻറ് കോളേജിലൊക്കെ നിങ്ങൾ ഡിഗ്രിക്കായിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ മാർക്കുള്ളവർ, നല്ല രീതിയിൽ മാർക്കുള്ള വിദ്യാർത്ഥികൾ അപേക്ഷകളിൽ വരുമ്പോൾ മാർക്ക് കുറവുള്ള വിദ്യാർത്ഥികൾ പട്ടികയ്ക്ക് പുറത്തേക്ക് പോകും. മാർക്ക് ഇപ്പം ഞാൻ എപ്പോഴും പറഞ്ഞപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത്, നമ്മളിപ്പോൾ ജോലിക്ക് ശ്രമിച്ചാലായാലും ഇപ്പോൾ ഡിഗ്രി ഉള്ളവനാണോ പി ജി ഒരു ഇൻ്റർവ്യൂ, നിങ്ങളൊരു ഉദാഹരണം എടുക്കുകയാണ്, ഒരു ഇൻ്റർവ്യൂ വെച്ചെന്ന് വിചാരിച്ചോ. ഇപ്പം ഡിഗ്രി ഉള്ളവർക്കും അതിൽ അപ്ലൈ ചെയ്യാം, പി ജി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഡിഗ്രി ഉള്ള ഒരാളും പി ജി ഉള്ള ഒരാളും വന്നെന്ന് വിചാരിച്ചോ. അപ്പം ആരെയായിരിക്കും സ്വാഭാവികമായിട്ട് എടുക്കുക? പി ജി ഉള്ള ആളെ. കാരണം എന്താണ്? അയാൾ ഡിഗ്രി ചെയ്തു, പി ജിയും ചെയ്തു. ഇയാൾക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ഡിഗ്രി മാത്രമേ ഉള്ളൂ. അപ്പം ഇയാളെ കഴിഞ്ഞു അയാൾ എന്താണ്? ക്വാളിഫൈഡ് ആണ്. ഈ ഡിഗ്രിക്കാരനെ കഴിഞ്ഞും പി ജി കിട്ടിയവൻ എന്താണ്? അവൻ ഡിഗ്രിയും ചെയ്തു, പി ജിയും ചെയ്തു. ഇയാൾ ഡിഗ്രി മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം അയാളെ കഴിഞ്ഞു ഡിഗ്രിക്കാരനെ കഴിഞ്ഞും ക്വാളിഫൈഡ് ഉള്ള ആളാണ് പി ജിക്കാരൻ. അപ്പം അങ്ങനെ വരുമ്പോൾ മാർക്ക് കൂടുതലുള്ള വിദ്യാർത്ഥികൾ പട്ടികയിൽ വരുമ്പോൾ മാർക്ക് കുറവുള്ള വിദ്യാർത്ഥികൾ പട്ടികയ്ക്ക് പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ മാർക്ക് കുറവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടാതാകും. ലാസ്റ്റ് നിങ്ങൾക്ക് ഡിഗ്രി പഠിക്കണമെങ്കിൽ നിങ്ങൾ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ 25,000 30,000 ഒക്കെ രൂപ കൊടുത്ത് നിങ്ങൾ വർഷം ഒരു 25,000 30,000 ഒക്കെ രൂപ കൊടുത്ത് നിങ്ങൾ സെൽഫ് ഫിനാൻസ് പ്രൈവറ്റ് കോളേജുകളിൽ നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ നല്ല മാർക്ക് എടുത്ത് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഡിഗ്രി പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് കോളേജിലൊക്കെ പോയി ഒരു വർഷം 30,000 25,000 to 30,000 രൂപ ഒക്കെ കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഡിഗ്രി പഠിക്കേണ്ടി വരും. ഇപ്പോൾ എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളൂ. അതിപ്പം നിങ്ങൾ ഫിനാൻഷ്യലി അത്യാവശ്യം വീട്ടിലൊക്കെ നല്ല സ്വത്തും അത്യാവശ്യം പണവും കാര്യങ്ങളൊക്കെ ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഈ 25,000 30,000 ഒക്കെ ഒരു വർഷം താങ്ങാൻ ബുദ്ധിമുട്ടില്ലാത്ത വിദ്യാർത്ഥികൾ ഉണ്ടാകും. അങ്ങനെയുള്ളവർ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പൈസ ഉള്ളവർ കാണും. എനിക്ക് പ്രൈവറ്റ് കോളേജിൽ പോയാലും സെൽഫ് ഫിനാൻസ് കോളേജിൽ പോയാലും ഞാൻ പൈസ കൊടുത്ത് പഠിച്ചോളാം. അങ്ങനെയെങ്കിൽ ദാറ്റ് ഈസ് യുവർ ഓപ്ഷൻ. എന്നാൽ ഞാൻ ഇപ്പോഴും പറയാണ്, നിങ്ങളൊരു പാവപ്പെട്ട വീട്ടിലെ, നിങ്ങളൊരു അത്യാവശ്യം ഫിനാൻഷ്യലി കുറച്ച് ബാക്കോട്ട് നിൽക്കുന്നത്, നിങ്ങൾ സാമ്പത്തികമായി, ഞാൻ ഇപ്പോഴും പറയുകയാണ് സാമ്പത്തികമായിട്ട് നിങ്ങൾ പിന്നോട്ട് നിൽക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചോളൂ. കാരണം ഇപ്പം നിൻ്റെ ലക്ഷ്യമാണ് പഠിച്ചു മുന്നേറുക. അതിപ്പം നീ ഒരു സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ഒരു കുടുംബത്തിലെ വിദ്യാർത്ഥിയാണെങ്കിൽ നിൻ്റെ മാതാപിതാക്കൾക്ക് നിങ്ങളെ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ വിട്ട് ഒരു വർഷം 25,000 30,000 മുടക്കി പഠിപ്പിക്കാൻ അവരുടെ കയ്യിൽ കാശ് കാണില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്ത് ഒരു ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ എടുക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് സെൽഫ് ഫിനാൻസിലൊന്നും പോകണ്ട, 25,000 30,000 കൊടുക്കണ്ട. അല്ലാതെ ഇപ്പം അത്യാവശ്യം നിങ്ങളുടെ വീട്ടിൽ സാമ്പത്തികമായിട്ട് നല്ലോണം അത്യാവശ്യം ഉള്ള വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ പഠിച്ച് ഗവൺമെൻറ് കോളേജിൽ നേടാം. ഇപ്പോൾ നല്ല രീതിയിൽ സാമ്പത്തികമുള്ള വിദ്യാർത്ഥികളും ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്നുണ്ട്. അത് അവരുടെ കഴിവ് കൊണ്ട് അവർ +2 എക്സാമുകളിലും ഡിഗ്രി എക്സാമുകളിലും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്തിട്ട് അവർ പഠിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജ്, അത് വിദ്യാർത്ഥികളുടെ ഇഷ്ടമാണ് ഓരോന്നും. പക്ഷെ ഞാൻ പറയുന്നത്, സാമ്പത്തികമായിട്ട് നിങ്ങളുടെ കുടുംബം കുറച്ച് പിന്നോട്ടാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കേണ്ടി വരും. കാരണം നിങ്ങൾക്ക് പ്രൈവറ്റ് കോളേജുകളിൽ പോയി പഠിക്കാനോ ഉള്ള ആസ്തി, നിങ്ങളെ പ്രൈവറ്റ് കോളേജുകളിൽ വിട്ട് നിങ്ങളെ പഠിപ്പിക്കാനുള്ള ആസ്തി നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് കാണില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അതിൻ്റെ ഒന്നും ആവശ്യം വരാതെയാണ് ഞാൻ ഇപ്പോഴേ പറഞ്ഞത്. നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? നല്ലൊരു ഗവൺമെൻറ്, ഇപ്പോൾ ഡിഗ്രിയൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നല്ല രീതിയിൽ ഗവൺമെൻറ് കോളേജിൽ തന്നെ അഡ്മിഷൻ നേടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അഡ്മിഷൻ നേടാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, +2 നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുക. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു 80-85% മാർക്ക്
പ്ലസ് ടുവിൽ ഒരു 80-85% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡിഗ്രിക്കൊക്കെ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുക. ഇംഗ്ലീഷ് എക്സാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ഇംഗ്ലീഷ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന കാലത്താണെങ്കിൽ, എൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്കും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അത്യാവശ്യം ടഫുള്ള വിഷയം തന്നെയായിരുന്നു. ഇപ്പം ഞാനെടുത്ത സ്ട്രീം എന്ന് പറയുകയാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. ഹ്യൂമാനിറ്റീസുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ പൊതുവേ എക്കണോമിക്സും ഇംഗ്ലീഷും ടഫുള്ള വിഷയമാണ്. എക്കണോമിക്സിനെ കഴിഞ്ഞും ഇംഗ്ലീഷ് നല്ല രീതിയിൽ ടഫുള്ളൊരു വിഷയമാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം നിങ്ങൾക്ക് ഈസി ആയിരുന്നു എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. കമൻറ്റ് ഞാൻ വായിക്കുന്നതായിരിക്കും. പറ്റുന്ന കമൻറ്റ്സിനെല്ലാം ഞാൻ മറുപടി തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് ക്രേദ, ഫൗണ്ടർ ഓഫ് സ്ക്രേ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.